ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വിൻറ്റേജ് കാർഡ് മേക്കിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കാർഡിലേക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെയിൻറ്റ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് കാപ്പിപ്പൊടിയാണ് എടുക്കുക. ഒരു ഗ്ലാസ്സിൽ കാപ്പിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാപ്പിപ്പൊടി ഉപയോഗിക്കുന്ന സമയത്ത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ യൂസ് ചെയ്യുക. ലൈക്ക് ബ്രൂ, നെസ്കഫേ അതുപോലത്തെ യൂസ് ചെയ്യുക. നോർമൽ കോഫി പൗഡർ ആകുമ്പം അതിൻ്റെ തരികൾ നിൽക്കും, അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്. ഇനി ഞാനൊരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പേപ്പർ എടുക്കുക. കട്ടിയുള്ള പേപ്പർ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ A4 ഷീറ്റാണ് എടുത്തത്. ഫസ്റ്റ് ഞാനത് നന്നായിട്ട് ചുളിക്കുന്നുണ്ട്. ഒരു വിൻറ്റേജ് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് പ്രസ് ചെയ്യുക, കീറി പോകാതെ നോക്കണം. അപ്പോൾ നന്നായിട്ട് ചുളിയണം. ഇതുപോലെ നമുക്ക് കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 4 സൈഡും നമുക്ക് നന്നായിട്ട് ടിയർ ചെയ്ത് കൊടുക്കണം. ഈ എലിയൊക്കെ കടിച്ച് മുറിക്കില്ലേ, അതുപോലെ ടിയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്യാം. അങ്ങനെ 4 സൈഡും ഇതേപോലെ ചെയ്യണം. ടൈം എടുത്തിട്ട് തന്നെ ചെയ്താൽ മതി. ഏകദേശം ഈ ലുക്കിൽ നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 4 സൈഡും നമുക്ക് ബേൺ ചെയ്യണം. ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഒരു കാൻഡിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന പോലെ ലൈറ്റർ യൂസ് ചെയ്യാം. കത്തിക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം, ഓവറായിട്ട് കത്തിപ്പോവാണ്ട് ശ്രദ്ധിക്കുക. അങ്ങനെ 4 സൈഡും ഇതുപോലെ കത്തിച്ച് കൊടുക്കുക. കൂടുതൽ കത്തിയാൽ അപ്പം തന്നെ ഊതി കെടുത്തണം. ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നാല് സൈഡും ഇപ്പോൾ നന്നായിട്ട് കത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് അതിന് ചുറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടി ഒന്ന് ചുളിക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ട പേപ്പറിലേക്ക് മാറ്റണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കോഫി പൗഡറിൻ്റെ മിക്സ്ചർ നന്നായിട്ട് പെയിൻ്റ് അടിച്ച് കൊടുക്കുക. എല്ലാ സ്ഥലത്തും നന്നായിട്ട് പെയിൻ്റ് അടിച്ച് കൊടുക്കണം. വലിയ കഴിവൊന്നും വേണ്ട, ഇതുപോലെ റാൻഡമായിട്ട് മെല്ലെ മെല്ലെ പെയിൻ്റ് അടിച്ച് കൊടുത്താൽ മതി. ഞാൻ ആക്ച്വലി ഇതുപോലത്തെ ഒരു മേക്കിംഗ് വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കിയൊക്കെ വിചാരിച്ച്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ വിചാരിച്ച് എന്നാൽ പിന്നെ വീഡിയോ എടുത്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ചുളിവുള്ള ഭാഗത്തൊക്കെ കൂടുതലായിട്ട് കോഫി പൗഡറിൻ്റെ മിക്സ്ചർ നിൽക്കുന്നുണ്ട്. അപ്പം ചില സ്ഥലത്ത് ഡാർക്കും ചില സ്ഥലത്ത് ലൈറ്റും തരുന്നൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് കോട്ടിംഗ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് കോട്ടിംഗ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് കോട്ടിങ് കൊടുക്കണം. ഞാൻ 2 കോട്ടിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചിലർ 3 കോട്ടിങ്ങൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക്നെസ് പോലെ ചെയ്യാം. അത്യാവശ്യം ഡാർക്ക് ഇല്ലെങ്കിലും ഒരു 3rd കോട്ടിങ് കൂടി കൊടുക്കാം. എനിക്ക് സെക്കൻഡ് കോട്ടിങ് ആകുമ്പോൾ തന്നെ അത്യാവശ്യം ഡാർക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഏകദേശം ഒരു പഴയ പേപ്പർ മോഡലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പം സൈഡിലൊക്കെ കുറച്ചും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈഡിലൊക്കെ ബോർഡർ പോലെ ഡാർക്ക്നെസ്സും നടുക്ക് കുറച്ച് ലൈറ്റും ആയിട്ടാണ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് സെക്കൻഡ് കോട്ടിംഗ് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്.
ഇനി സെക്കൻഡ് കോട്ടിംഗ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പം ഒരു ലൈറ്റ് കളറാണ്. ഇനി ഇതിലും ഡാർക്ക്നെസ് വേണം. അതിനാണ് ഞാൻ രണ്ടാമത്തെ കോട്ടിംഗ് അപ്ലൈ ചെയ്യുന്നത്. ഞാനങ്ങനെ ഫുള്ള് കൊടുക്കുന്നില്ല. ചില സ്ഥലത്തൊക്കെ ഡാർക്ക് കൊടുത്തിട്ട് ചില ഭാഗത്തൊക്കെ ലൈറ്റ് എന്നുള്ള രീതിയിൽ ഒരു പഴയ ഒരു നാച്ചുറൽ ഫീലിംഗ് തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാ സൈഡും ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ചില ഭാഗത്തൊക്കെ അതേപോലെ ലൈറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ സന്ദേശം കൈമാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ക്ലോത്ത് പോലുണ്ട് ഇപ്പോൾ ഏകദേശം കാണാൻ. സെക്കൻഡ് കോട്ടിങ് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് വീണ്ടും ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാൻ പറ്റൂ. അപ്പം നന്നായിട്ട് ഉണക്കാൻ വെക്കുക. അങ്ങനെ നമ്മുടെ വിൻറ്റേജ് പേപ്പറൊക്കെ റെഡിയായി. ഇനി ഇതിലേക്ക് കൊടുക്കേണ്ട ആർട്ട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ഓരോരുത്തർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കോട്ടാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ചിത്രപ്പണികളൊന്നും അറിയാത്തതിനെ കൊണ്ട് ഞാൻ എൻ്റെതായ രീതിയിലാണ് ഇതിനിപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളതായ കഴിവിനനുസരിച്ച് എന്തോ ഇതിലേക്ക് എഴുതിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു കോട്ട് ചെയ്താൽ വിചാരിച്ചു. അങ്ങനെ കോട്ടൊക്കെ സെറ്റായി. പിന്നെ വിചാരിച്ചു ഒരു റോസ് പൂ വെക്കാമെന്ന്. പക്ഷെ റെഡ് റോസ് കിട്ടാത്തതിനോട് വൈറ്റ് റോസ് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ആ പൊസിഷൻ കൊള്ളില്ലാന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടി ബാക്കോട്ടേക്ക് വെച്ച് അതും സെറ്റാക്കി. അടുത്തതാണ് കോമഡി. ബ്ലഡിൻ്റെ ഫീലിംഗ് തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് വാട്ടർ കളർ എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പക്ഷേ വിചാരിച്ച പോലെ അങ്ങ് സെറ്റായില്ല. കുറച്ചുകൂടി നാച്ചുറൽ ഫിനിഷ് തോന്നാൻ വേണ്ടിയിട്ട് ബ്രഷ് വെച്ച് കുറച്ചൊരു പരിപാടിയൊക്കെ ഒപ്പിച്ച്. പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ അതവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വിൻറ്റേജ് പേപ്പർ ഡിസൈൻ ചെയ്തത്. നിങ്ങളുടെ ഐഡിയയിൽ ഡിസൈൻ ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്